إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ്. ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ജുമാ ദിവസം, ആദരണീയ മാസങ്ങളിൽപ്പെട്ട മുഹറം, പ്രത്യേക സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടുന്ന മുഹറം 9, തുടർന്ന് മുഹറം 10, ഇങ്ങനെയുള്ള ദിവസങ്ങളിലൂടെ പ്രത്യേകമായ അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ എല്ലാം ഖൈറുകൾ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മളെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ, പിഴവുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മനുഷ്യൻ്റെ സ്വാഭാവികമായ സാധാരണ ജീവിതം വളരെ സന്തോഷത്തിൽ, സമാധാനത്തിൽ, വലിയ അല്ലലും അലട്ടലുമൊന്നുമില്ലാതെ അങ്ങനെ കടന്നു പോവുകയാണ്. കാണുന്നതും കേൾക്കുന്നതും ആലോചിക്കുന്നതും അറിയുന്നതും ചെയ്യുന്നതും നേടിയെടുക്കുന്നതുമൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാം സന്തോഷകരമാണ്. വളരെ അപൂർവമായ ഏതെങ്കിലും ഉദാഹരണങ്ങളെ കിട്ടാത്തതും കാണാത്തതും നേടാത്തതും ഉള്ളൂ. അതാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ അതൊക്കെ ചുറ്റുപാടിലേക്കും പരിസരത്തിലേക്കുമുള്ള നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ആലോചന നടത്തുമ്പോൾ എന്താണ് അവസ്ഥ? ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ജീവിതം, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഖുർആനിൽ ചോദ്യമുണ്ട്. വലിയ വിഷയമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ ജുമയുടെ സന്ദേശം. മനുഷ്യൻ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും പറ്റിയ, ഏറ്റവും നല്ല മട്ടത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലാർക്കും കേസില്ല. കൈയിങ്ങനെ ആയിപ്പോയി, കാലിങ്ങനെ ആയിപ്പോയി, കണ്ണ് ഇവിടെയല്ല, മൂക്ക് ഇവിടെയല്ല വേണ്ടതെന്നൊന്നും ബാഹ്യമോ ആന്തരികവുമായ ഒന്നിനെ പറ്റി അതിനേക്കാൾ പറ്റിയ, യോജിച്ച, വേണ്ട ഒരു വിധം വേറെയില്ല. ബാഹ്യമായ മാത്രമല്ല, വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യൻ്റെ മനസ്സ് സമതുലിതമായ മാനസികാവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, സംവിധാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും ബാഹ്യമായ വൈകല്യങ്ങളുള്ളൊരു മനുഷ്യനാണെങ്കിൽ പോലും മനസ്സിൻ്റെ ശുദ്ധിയും സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയും നല്ല മനുഷ്യനാണ് എന്ന് കയ്യും കാലും ഉള്ളവനേക്കാൾ ചിലപ്പോൾ ഇല്ലാത്തവനെ പറ്റി പറയും. അപ്പോൾ എന്താണ് വിഷയം? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രകൃതം, ഫിത്രത്ത്, അത് വല്ലാത്തൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു റൂമിൽ ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹി ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നീ
നേരെ ചൊവ്വേ ശുദ്ധ പ്രകൃതത്തിൽ നിനക്ക് ജന്മവും ജീവിതവും എല്ലാം എണ്ണിയാൽ തീരാത്ത എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും വേണ്ട വിധത്തിൽ സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള സൃഷ്ടാവ്, അവൻ്റെ നേരെ നിന്റെ മുഖവും മനസ്സും തിരിച്ചു വെക്കുക, അവനെ സ്വീകരിക്കുക, അംഗീകരിക്കുക, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക. അതാണ് ഏറ്റവും ശക്തവും ഏറ്റവും ശുദ്ധവുമായിട്ടുള്ള ജീവിത രീതി നിനക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ദീൻ. പക്ഷേ അധിക മനുഷ്യന്മാരും അത് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, സൂറത്തുൽ ബഖറയിലെ ഒരു വചനം, പല വിഭാഗങ്ങളും മതവിഭാഗങ്ങളും ഗ്രന്ഥം നൽകപ്പെട്ടവർ, പല പ്രവാചകന്മാരുടെയും അനുയായികൾ അങ്ങനെ കക്ഷി തിരിഞ്ഞ് പല മതങ്ങളായി അറിയപ്പെടുകയും നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ ജൂതനാവുക, എങ്കിലും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ നസ്രാനിയാവുക, രക്ഷപ്പെടും. ഇങ്ങനെയുള്ള പലതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ഖുർആനിനോട് അത് തിരുത്തിക്കൊണ്ട് പറയാണ്, പക്ഷേ അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നേർക്ക് നേരെയുള്ള നിലപാടിലേക്ക്, വിശ്വാസത്തിലേക്ക്, ജീവിത രീതിയിലേക്ക് നിങ്ങൾ വരിക. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരും അംഗീകരിക്കുന്ന ആ പ്രവാചക പ്രഭു ജൂതനോ നസ്രാനിയോ ഒന്നുമായിരുന്നില്ല. പക്ഷേ ഋജുമാനസനായ ശുദ്ധ പ്രകൃതത്തോടെ സൃഷ്ടാവിന് കീഴ്പ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച മുസ്ലിമായിരുന്നു എന്ന്. എന്നിട്ട് തുടർന്ന് പറയുന്ന ഒരു ചെറിയ വചനമാണ്, സിബഗത്തുല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബഗതൻ വനഹ്നു ലഹു ആബിദൂൻ. ആ പ്രവാചകന്മാരെല്ലാം, അവരെ പിൻപറ്റിയവരെല്ലാം പറയുന്നത് ഇത് അള്ളാഹു നൽകിയ ഒരു നിറമാണ്, ചായമാണ്. അള്ളാഹുവിനേക്കാൾ ഏറ്റവും അനുയോജ്യമായ മുന്തിയ നിറം കൊടുക്കാൻ വേറെ ആരാണുള്ളത്? ഞങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നു. ഒരു പ്രത്യേക സൂചനയോടുകൂടിയാണ് ആ പ്രയോഗം. ഒരു മതത്തിൽ ചേർക്കാൻ, ഒരു വിശ്വാസത്തിൻ്റെ ആളായിത്തീരാൻ, കുഞ്ഞു പിറന്നാൽ ഉടനെ ഒരു പ്രത്യേക വെള്ളത്തിൽ, ഒരു വിശുദ്ധ വെള്ളത്തിൽ കഴുകുകയും ശുദ്ധി വരുത്തുകയും അങ്ങനെ ആ മതത്തിൻ്റെ ആളാക്കി മാറ്റുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെ നിങ്ങൾ ചായം മുക്കിയിട്ട് വേർതിരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നിങ്ങൾക്കൊരു നിറം നൽകിയിരിക്കുന്നു, സിബഗത്തുല്ലാഹ്. ഈ നിറം ചേർക്കുക എന്നത് വല്ലാത്ത ഒരു സംഗതിയാണ്, ഒരു പ്രക്രിയയാണ്. പരുത്തിയിൽ നൂല്, തുണി, വസ്ത്രം, ഇതിലൊക്കെ ചായം മുക്കിക്കഴിഞ്ഞാൽ അത് ദ്രവിച്ചു നശിച്ചു പോകുന്നത് വരെ ആ നിറം മുഴുവൻ അതിൽ നിലനിൽക്കും. ഇങ്ങനെ മാറ്റമില്ലാത്ത ഒരു നിറം, ഒരു രീതി, ഒരു ഛായ, ഒരു സംസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മനുഷ്യ കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. പിന്നെ ചുറ്റുപാടാണ്, ഒരു പക്ഷേ രക്ഷിതാക്കളാണ്, വേറെ പലരുമാണ് അവനെ പല രീതിയിലേക്ക് മാറ്റിക്കളയുന്നത്. അങ്ങനെ മാറിപ്പോവാൻ പാടില്ല. ശുദ്ധ പ്രകൃതത്തിൽ പിടിച്ചു നിൽക്കണം എന്നാണ്. മനുഷ്യനെ ഉത്തമമായ വചനത്തെ ഷജറത്തിൻ ത്വയ്യിബ, ഒരു ഉത്തമമായ വൃക്ഷം എന്ന് ഉപമിച്ചല്ലോ. ചെടികള്, മരങ്ങള് പ്രതികൂല കാലാവസ്ഥകളിൽ ചിലപ്പോൾ ഇല കൊഴിഞ്ഞു പോവുകയും പറ്റ ഉണങ്ങിപ്പോവുകയും ഒക്കെ ചെയ്താലും ഒരു അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായാൽ, ഒരു മഴ പെയ്ത് മണ്ണ് തണുത്താൽ അത് പിന്നെയും ജീവൻ വെച്ച് പുതിയ ഇലകളും തളിരുകളും ഉണ്ടായി വരും. അപ്പോൾ വേറെ മാറ്റമൊന്നുമില്ല, പഴയ തനിമയിൽ തന്നെ അതിൻ്റെ ഇലയും അതിൻ്റെ പൂവും അതിൻ്റെ കായും തന്നെയാണ് അതിലുണ്ടാവുന്നത്. 1000 തെങ്ങുകൾ ഉള്ള ഒരു തെങ്ങിൻ തോട്ടത്തിൽ ഒരു മാവിൻ്റെ വിത്ത്, മാങ്ങ എങ്ങനെയോ അവിടെ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ വീണുപോയി. അത് മഴ പെയ്താൽ വെള്ളം കിട്ടിയാൽ മുളച്ചു വരുമ്പോൾ ചുറ്റുപാടും തെങ്ങാണ്, തേങ്ങയാണ് കായ്ക്കണത്, ഞാൻ മാത്രം ഇങ്ങനെ മാവാവും എന്ന് ശങ്കിക്കുന്നില്ല, പേടിക്കുന്നില്ല.
അതിൻ്റെ വ്യക്തിത്വം നിലനിർത്തുന്നു. ഈ വ്യക്തിത്വം മനുഷ്യ പ്രകൃതത്തില് സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുള്ളതാണ്. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ എവിടെ പോയാലും എവിടെ എത്തിയാലും നിങ്ങൾ ഹിദായത്ത് നേടിയവരാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഈമാനും അതിൻ്റെ നിലപാടും ജീവിതത്തിലുള്ളവരാണെങ്കിൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരു ആശയത്തിലേക്ക് ക്ഷണിക്കുന്ന വചനങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലൈസ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ അലാ ഹാദിഹിൽ ഫിത്ര, ഈ പ്രകൃതത്തിലല്ലാതെ ഒരു കുഞ്ഞും ജനിക്കുന്നില്ല എന്ന്. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വചനം, വൈദ ഖാല ഇബ്രാഹിം ലിഅബീഹി വഖൗമിഹി ഇന്നി ബരീഉം മിമ്മാ തഅബുദൂൻ. നിങ്ങൾ വിളിച്ചു തേടുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരുപാട് പരദൈവങ്ങൾ, വ്യാജദൈവങ്ങൾ, സങ്കല്പങ്ങൾ, ശക്തികൾ, അതിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച, എനിക്ക് എൻ്റെതായ മനുഷ്യത്വത്തിൻ്റെ പ്രകൃതം നൽകിയിട്ടുള്ള നാഥൻ, ഞാൻ അവനോട് മാത്രമേ തേടുകയുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അവൻ എനിക്ക് മാർഗദർശനം നൽകും, എന്നെ നന്മയിലേക്ക് നയിക്കും, മോക്ഷത്തിൽ എത്തിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വചനം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മറ്റ് കൽപ്പിച്ചു കൂട്ടലും കൃത്രിമത്വവും ഒന്നുമില്ലാതെ മനുഷ്യ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ, ഒറ്റയ്ക്കും ഒരുമിച്ചുമുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വീകാര്യമായ, ഏറ്റവും സുരക്ഷിതമായ, സമാധാനപൂർണമായ, മാതൃകാപരമായ ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലുള്ള പ്രകൃതത്തിൻ്റെ മതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ, വചനങ്ങളിലൂടെ പറയാണ്, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും. എൻ്റെ അടിമകളെ, എല്ലാ മനുഷ്യരെയും ഏറ്റവും നേർക്ക് നേരെ നിലകൊള്ളുന്ന, വക്രതയില്ലാത്ത, കൃത്രിമത്വം കാണിക്കാത്ത പ്രകൃതത്തിലാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെയോ വഇന്നഹും അതതുഹും ശയാതീനു ഫജ്താലതുഹും അൻ ദീനിഹിം. പിശാച് വന്നിട്ട് അവരെ വഴിതെറ്റിക്കാൻ, എന്നിട്ട് അവരുടെ ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയുകയാണ്. അതിനെ നിങ്ങൾ കരുതിയിരിക്കണം, അതിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് പറയുന്നത്. ലാ യഫ്തിനന്നകും ശൈത്താൻ എന്ന് പറയുന്നുണ്ടല്ലോ. പിശാച് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ, ആദിപിതാവ് ആദമിനെയും ഉമ്മ ഹവ്വായെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവാൻ അതിനെ ഇടയാക്കിയ, തെറ്റിച്ചു കളഞ്ഞ പിശാച്, ആ പിശാചും അവൻ്റെ കൂട്ടവും നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല. അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ നിങ്ങളെ ഓരോ നേരവും വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നൽകിയിട്ടുള്ള ശുദ്ധ പ്രകൃതത്തിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ വിട്ടുപോകരുത്. ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തു പറയുന്ന, അള്ളാഹു സത്യം ചെയ്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്താണ്? സ്വയം വിമർശിക്കുന്ന, മനസ്സാക്ഷിക്കുത്തുള്ള മനുഷ്യന്റെ പ്രകൃതം. അങ്ങനെയുള്ളൊരു മനസ്സാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. തിന്മയിലേക്ക്, തെറ്റുകളിലേക്ക്, കുറ്റങ്ങളിലേക്ക് നീങ്ങുമ്പോൾ, അതിനെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിളി, അത് ശരിയല്ലല്ലോ, അത് പാടില്ലല്ലോ എന്ന്. ആ മനസ്സ് നൽകിയിട്ടുള്ളത് സൃഷ്ടാവായ നാഥനാണ്. അത് അള്ളാഹു നൽകിയിട്ടുള്ള ഫിത്രത്താണ്. പിന്നെ അതിനെ ലംഘിക്കാൻ, അതിനെ തോൽപ്പിക്കാൻ, തെറ്റിക്കാൻ ഒരുപാട് സൂത്രങ്ങളും ഒരുപാട് മാർഗങ്ങളും കുറുക്കുവഴികളും ലാഭങ്ങളും പല രീതിയിലുള്ള മോഹങ്ങളും ഒക്കെ പല വഴിക്കും കടന്നു വരികയാണ്. അതിനു പകരം നീ ഉറച്ചു നിൽക്കണം. ഷജറത്തിൻ്റെ വ്യക്തിത്വം പോലെ ഏത് പ്രതികൂല കാലാവസ്ഥയിലും, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും, ഇല കൊഴിഞ്ഞും കൊമ്പൊടിഞ്ഞും ഉണങ്ങി ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയാലും, ഒരു മഴ പെയ്താൽ ആ വേരിൽ നിന്നും തനിമയുടെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഇലകളും പൂക്കളും കായ്ച്ചു വരണം. സത്യവിശ്വാസിയുടെ ജീവിതം സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുള്ള ശുദ്ധ പ്രകൃതത്തിൽ നിലനിർത്താൻ ഗൗരവമായ, ഏറ്റവും ശ്രദ്ധയോടുകൂടി ഓരോ നേരത്തും ഓരോ കാര്യത്തിലും സത്യവിശ്വാസികൾ നിലകൊള്ളേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിന് മതിയായ ഈമാനും ഇൽമും തൗഫീഖും എല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الأمين والعاقبة للمتقين. عباد الله أوصيكم ثانيا وإياي بتقوى الله. ഒരിക്കൽ കൂടി കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ അത് ജീവിതത്തിൽ വിട്ടുപോകാതെ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചൊല്ലുണ്ട്, നാടോടുമ്പോൾ നടുക്കോടുക എന്ന്. എന്നാൽ ഇസ്ലാമിൻ്റെ ശുദ്ധപ്രകൃതം സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുള്ളത് അങ്ങനെ അവസരത്തിനനുസരിച്ച് മാറ്റുവാൻ വേണ്ടിയല്ല, മറിച്ച് നിന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായ ശക്തമായ ഒരു പോറലുമേൽക്കാത്ത മാതൃകാ രൂപത്തിൽ സൃഷ്ടാവായ നാഥൻ നൽകിയിട്ടുള്ള സംവിധാനിച്ചിട്ടുള്ള അതിന് കളങ്കം വരുത്താത്ത രീതിയിൽ നീ നിലനിർത്തേണ്ടതാണ്, കാത്തുകൊള്ളേണ്ടതാണ്. അത് നിന്റെ ബാധ്യതയാണ്. അല്ലാതിരുന്നാൽ നീ തെറ്റിപ്പോകും. പിശാചി അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരു ഇൻ അഹ്സനന്നാസു അഹ്സന്ന വൈൻ അസാഉ അസാന. ആളുകൾ നന്മ ചെയ്താൽ നമ്മളും നന്മ ചെയ്യും, അവർ തെറ്റ് ചെയ്താലോ നമ്മളും തിന്മ ചെയ്യും. നമ്മളും ആണുങ്ങളല്ലേ എന്ന രീതിയിൽ തിന്മയെ കൊണ്ട് നേരിടുവാൻ, അങ്ങനെ തിന്മ കൊണ്ട് ജയിക്കുന്നവരായി വീമ്പ് നടിക്കാനുമുള്ളതല്ല സത്യവിശ്വാസിയുടെ ജീവിതം. മറിച്ച് എപ്പോഴും നന്മയുടെ ഒരു തിരി കത്തിച്ചു വെക്കുകയും അത് ജീവിതം അവസാനിക്കുന്നത് വരെ കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പാരമ്പര്യമായ ഒരുപാട് സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും പരിഷ്കാരത്തിൻ്റെ പേരിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ശരിയല്ല. പുതിയ തലമുറയെ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. വസ്ത്രധാരണത്തിൽ, ജീവിതത്തിൻ്റെ ഓരോ രീതിയിലും, മുടി വെട്ടുന്നതിലും ഒതുക്കി വെക്കുന്നതിലും, നടത്തത്തിൻ്റെ താളം, സംസാരത്തിൻ്റെ രീതി, പെരുമാറ്റ മര്യാദകളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയും എവിടെയോ ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത, എവിടെ നിന്നോ വന്നിട്ടുള്ള എത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ. അത് മഹത്തായ ഒരു സംസ്കാരം അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു വലിയ കുത്തൊഴുക്കിൻ്റെ ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രകൃതം അത് നന്മയുടേതാണ്. പരിഷ്കാരങ്ങളുടെ പേരിൽ അത് നഷ്ടപ്പെടുത്തി പോകാൻ പാടില്ല. അത് വിശ്വാസത്തിൽ, അനുഷ്ഠാനത്തിൽ, പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ അതിൻ്റെ എല്ലാം ആകെത്തുകയാണ്. അതിൻ്റെ എല്ലാം അടങ്ങിയ സാകല്യമാണ് ദാലിക ദീനുൽ ഖയ്യിം, ഏറ്റവും ശക്തവും ഭദ്രവുമായ ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ പക്കൽ ആ സംസ്കാരം ഇസ്ലാമാണ്. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അതിൻ്റെ ജീവിത ആവിഷ്കാരമായി എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് പ്രവാചകരുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതെല്ലാം പൂർത്തിയാക്കി തന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ആ ഖുർആനും പ്രവാചക ചര്യയും അടങ്ങുന്ന ദീൻ അത് നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതാണ് ഞാൻ നൽകിയിട്ടുള്ള ഫിത്രത്ത്, അതാണ് എൻ്റെ സിബഹത്ത്. അത് നിങ്ങൾ ലംഘിക്കാതെ നോക്കണം എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ വചനത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയ, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുള്ള ജന്മവും ജീവിതത്തിലെ എല്ലാം നൽകിയിട്ടുള്ള റഹ്മാനായ തമ്പുരാൻ, അവൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള, നിർണയിച്ചു തന്നിട്ടുള്ള അവൻ്റെ ജീവിത രീതി, ആ സംസ്കാരം, ഇസ്ലാമിൻ്റെ പാവനമായ, പവിത്രമായ, ശുദ്ധമായ, മാതൃകാപരമായ ആ ജീവിത സംസ്കാരം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഓരോ നേരവും നിർബന്ധമായ കൽപ്പിച്ചുകൂട്ടലോടുകൂടി തന്നെ അതിനു വേണ്ടി ശ്രമിക്കണം. അവസരങ്ങൾ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല. കിട്ടിയ അവസരങ്ങൾ അള്ളാഹുവിൻ്റെ അനുസരണമുള്ള, നന്ദിയുള്ള, അവൻ്റെ തൃപ്തി നേടുന്ന ഭാഗ്യമുള്ള അടിമകളായി തീരാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.
تقبل الله منا ومنكم وعفى عنا وعنكم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم احفظ دولة الإمارات وتولها برعايتك يا رب العالمين، وأحطها بعنايتك يا رب العالمين. اللهم احفظ بحفظك رئيس الدولة، وأدم عليه لباس السداد والحكمة، ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك، وأدخلهم بفضلك فسيح جناتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم، واشكروه على نعمه يزدكم، وأقم الصلاة.